വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നു. ആനക്കാമ്പുയിൽ കള്ളാടി തുരങ്കപാതയ്ക്ക് അനുമതി ലഭിച്ചെന്ന് ലിൻഡോ ജോസഫ് MLA. പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള വിദഗ്ധ സമിതിയാണ് അനുമതി നൽകിയത്. സുനോജ് തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനോജ് തോമസ്, ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നായിരുന്നു ഈ തുരങ്കപാത. ആ തുരങ്കപാതയ്ക്ക് ഇപ്പോൾ ആനക്കാമ്പുയിൽ കള്ളാടി തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചുവെന്നാണോ ലിൻഡോ ജോസഫ് MLA പറയുന്നത്? അരുൺകുമാർ, തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് തിരുവമ്പാടി MLA ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന്റെയും കേരളത്തിന്റെയും അഭിമാന പദ്ധതിയാണ് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള തുരങ്കപാത. ഏകദേശം 2000 കോടി രൂപയുടെ പദ്ധതി ടെൻഡർ ചെയ്ത് നൽകിയിരുന്നു. അതിനുശേഷമാണ് ഈ പാരിസ്ഥിതിക വിഷയങ്ങൾ വന്നത്. അങ്ങനെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് കൂടുതൽ വ്യക്തത തേടി സർക്കാരിലേക്ക് കത്ത് നൽകിയത്. അതിന് മറുപടി സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. ആ മറുപടി കൂടി പരിശോധിച്ച് ഈ മാസം 14, 15 തീയതികളിലാണ് കേന്ദ്ര